നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് BJP DYFI സംഘർഷം. BJP പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. തളിക്കുളത്ത് കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമേന്തി വീട്ടമ്മമാരുടെ സമരം. ചെത്രാപ്പിന്നി SNSCയുടെ 44ാമത് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. പെരിഞ്ഞനത്ത് DYFI BJP സംഘർഷം. പഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് ഭാഗത്ത് BJP പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് കിഴക്ക് ഭാഗം അടിപ്പറമ്പിൽ ശശാങ്കന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. ഇയാളുടെ മകൻ ആകാശ് BJP പ്രവർത്തകനാണ്. വീടിന്റെ 4 വശങ്ങളിലുള്ള ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 9:30 കറണ്ട് പോയ സമയത്തായിരുന്നു ആക്രമണം നടന്നത്. ഈ വീട്ടിൽ ശശാങ്കൻ താമസമാക്കിയിട്ടില്ല. 1 മാസം മുമ്പാണ് ഈ വീട് ശശാങ്കൻ വാങ്ങിയത്. ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് BJP പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിൽ മുല്ലങ്ങത്ത് ക്ഷേത്ര പരിസരത്ത് വെച്ച് ഏറ്റുമുട്ടിയിരുന്നു. ഇതേ തുടർന്ന് DYFI പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും ഈ മേഖലയിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്ന് കരുതുന്നു. സംഭവത്തെ തുടർന്ന് മധുരകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എടത്തുരുത്തി ഏരാക്കൽ ചാലിൽ മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്തിരുന്ന 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സമീപവാസികളായ കാക്കര വീട്ടിൽ ഉദയന്റെ ഭാര്യ ഉഷ, ചെന്നറ വീട്ടിൽ ധർമ്മന്റെ ഭാര്യ തങ്കമണി എന്നിവരെയാണ് മധുരകം അഡീഷണൽ SI MK രവീന്ദ്രനും സംഘവും അറസ്റ്റ് ചെയ്തത്. നിയമാനുസൃതമാണ് ടവർ നിർമ്മാണം നടക്കുന്നതെന്നും പണി തടസ്സപ്പെടുത്തിയതിനാലാണ് ഇവർക്കെതിരെ കേസെടുത്തതെന്നും പോലീസ് പറഞ്ഞു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. പെരിഞ്ഞനത്ത് DYFI പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ 3 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ചക്കരപ്പാടം കോവിലകം സ്വദേശി തോട്ടുങ്ങൽ സുജിത്ത്, സഹോദരൻ സജിൽ, പെരിഞ്ഞനം സ്വദേശി കാരയിൽ ജയേഷ് എന്നിവരെയാണ് മധുരകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 24 മുല്ലങ്ങത്ത് ക്ഷേത്ര പരിസരത്ത് വെച്ച് കൊറ്റംകുളം സ്വദേശി തെക്കൂട്ട് ലല്ലുവിനെ മർദ്ദിച്ച കേസിലാണ് ഇവർ അറസ്റ്റിലായത്. തളിക്കുളത്ത് കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒഴിഞ്ഞ കുടങ്ങളുമേന്തി വീട്ടമ്മമാരുടെ സമരം. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ നിന്നുള്ള 100ഓളം പേരാണ് ഒഴിഞ്ഞ കുടങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM തളിക്കുളം ലോക്കൽ സെക്രട്ടറി IK വിഷ്ണുദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. MK ബാബു അധ്യക്ഷനായിരുന്നു. KR സീത, കരുണ മനോജ്, സുനിത അമ്പാടി എന്നിവരും സംസാരിച്ചു. അതേസമയം പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ സമരക്കാരെ ഫോണിൽ അറിയിച്ചതിനെ തുടർന്ന് സമരം പിൻവലിക്കുകയായിരുന്നു. FAC ചേറ്റുവയുടെ 46ാം വാർഷികാഘോഷം ഈ മാസം 29 വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പതാക ഉയർത്തൽ ചടങ്ങോടുകൂടി ആരംഭിച്ച ഈ ആഘോഷങ്ങളിൽ FAC എല്ലാ വർഷവും നടത്തി വരാറുള്ള ജില്ലാതല ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റും അതിനുശേഷം FACയുടെ നേതൃത്വത്തിൽ ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഡിസംബർ 1 നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും സെന്റ് തോമസിലെയും വിദ്യാർത്ഥികളെ വെച്ച് ഒരു എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. ശനിയാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്യും. രാമു കാര്യാട്ടിന്റെ സ്മരണാർത്ഥം മികച്ച നടനുള്ള പുരസ്കാരം നടൻ ഇർഷാദിനും മികച്ച നടിക്കുള്ള പുരസ്കാരം ലിയോണ ലിഷോയ്ക്കും സമ്മാനിക്കും. 50,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡാ തടിയ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച TG ശേഖറിന് പ്രത്യേക പുരസ്കാരവും നൽകും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സിനിമാറ്റിക് ഡാൻസ്, മെഗാ സ്റ്റേജ് ഷോ എന്നിവയും അരങ്ങേറും.
തൃപ്പയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം വെള്ളിയാഴ്ച മുതൽ ജനുവരി 2 വരെ തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിൽ ശിവക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം നാളെ കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കും. നാളെ തിരുവാതിര പ്രമാണിച്ച് നാളെ പട്ടും താലിയും ചാർത്തൽ ഒരു പ്രധാന വഴിപാട്. അതുപോലെ തൃശൂല സമർപ്പണം പ്രധാന വഴിപാട്. പിന്നെ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച അന്നാണ് ചാക്യാർ കൂത്ത് നടക്കുന്നത്. കലാമണ്ഡലം മാണി വാസുദേവ ചാക്യാർ. അത് അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അത് ദേവസന്നിധിയിലാണ് നടത്തുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറും. ശനിയാഴ്ച വൈകിട്ടുള്ള ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം മാണി വാസുദേവ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും ഞായറാഴ്ച വൈകിട്ട് ചൂലൂർ യോഗിനിമാത ബാലികാസദനം അവതരിപ്പിക്കുന്ന ഭജനയും അരങ്ങേറും. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും നയിക്കുന്ന തായമ്പക അരങ്ങേറും. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ഭഗവാന്റെ പള്ളിവേട്ട നടക്കും. പാണ്ടിമേളവും നാദസ്വരവും പള്ളിവേട്ടയ്ക്ക് അകമ്പടിയേകും. ബുധനാഴ്ച വൈകിട്ട് ആറാട്ടിന് എഴുന്നള്ളിപ്പും ഉണ്ടാകും. നാദസ്വരവും പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് മേളപ്രപഞ്ചം തീർക്കും. ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളിപ്പും കൊടിക്കൽ പറയെടുപ്പും കഴിഞ്ഞ് കൊടിയിറക്കുന്നതോടെ തിരുവാതിര മഹോത്സവത്തിന് സമാപനമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കെ ധർമ്മപാലൻ, SK ശ്രീധരൻ, ഭരതൻ വളവത്ത് എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. വലപ്പാട് പോലീസ് സർക്കിളിന് കീഴിലെ SPG അംഗങ്ങൾക്കായി തളിക്കുളത്ത് അവധിക്കാല പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, വാടനപ്പള്ളി അഡീഷണൽ SI TC രാമനാഥൻ എന്നിവരും സംസാരിച്ചു. കയ്പമംഗലം ചളിങ്ങാട് ശ്രീനാരായണ മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗം ഡിസംബർ 30 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.